ഹേ ഗൈസ്, സോ ഇന്നെന്താ പരിപാടി എന്ന് പറഞ്ഞാൽ ആടിൻ്റെ തല കൊണ്ടുള്ള ഒരു കറിയാണ്. ഈ ഒരൊറ്റ റൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒപ്പം എന്ത് വേണമെങ്കിലും കൂട്ടിയിട്ട് കഴിക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഫ്ലെയിം ഓൺ ആക്കുക, എന്നിട്ട് കുക്കർ വെക്കാം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് സ്ലൈസ് ആക്കി വെച്ചിട്ടുള്ള 2 തക്കാളിയും അതേപോലെ തന്നെ 2 സവാളയും ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം സവാള ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു പരിവാകുമ്പോഴാണ് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിക്ക് മിക്സ് ആക്കാം. അതൊന്ന് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 4 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളക് ഇതേപോലെ പകുതി കീറിയാണ് വേണ്ടത്. എന്നിട്ട് അത് നല്ല രീതിക്ക് മിക്സ് ആക്കി കൊടുക്കാം. ഇതെല്ലാം ഇട്ടതിന് ശേഷം നല്ല രീതിക്ക് മിക്സ് ആക്കി കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് മിക്സ് ആക്കി കൊടുക്കാം. അതൊന്ന് മിക്സ് ആക്കി എടുത്തിട്ട് അതിലോട്ട് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ 2 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് മെയിനായിട്ട് ആഡ് ചെയ്യേണ്ടത് കപ്സപ്പൊടിയാണ്. ഞങ്ങളിവിടെ എടുത്തിട്ടുള്ളത് ഇൻസ്റ്റൻറ്റ് കപ്സ മസാലയാണ്. എന്നിട്ട് ഇത് ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ആഡാക്കി കൊടുത്തതിന് ശേഷം നല്ല രീതിക്ക് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ തന്നെ ഇതൊരു കട്ടിയായിട്ടുണ്ടാകും. അതൊന്ന് ഡ്രൈ ആയി കിട്ടുമ്പോൾ അതിലോട്ട് 1 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിക്ക് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. എന്നിട്ട് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള നമ്മുടെ ആടിൻ്റെ തല ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ആടിൻ്റെ തല ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് ഒന്ന് മൂടി വെക്കാം. ഉമ്മ പറഞ്ഞതുപോലെ 8 വിസിലടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വേണ്ട പാത്രത്തിലോട്ട് ഇത് സെർവ് ചെയ്യാം. അതിൻ്റെ വെള്ളം കളയേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി ആ ആടിൻ്റെ ടേസ്റ്റ് ഫ്ലേവർ ഫുള്ളും ആ വെള്ളത്തിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ടാകും. അപ്പോൾ ആ വെള്ളം നമുക്ക് സൂപ്പ് പോലെ യൂസ് ആക്കാവുന്നതാണ്. ആ വെള്ളത്തിലോട്ട് വേറൊരു മസാല ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി അതിൽ മസാല ഉള്ളതാണ്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ആക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം.